കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനത്തിനായി കേരളം കാതോർക്കുകയാണ്. എപ്പോഴും എന്ന പോലെ ആകാംക്ഷയും ആവേശവും നിറച്ച് കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷക ലക്ഷങ്ങൾ. ഇത്തവണ അതായത് 2024 അവാർഡുകളുടെ പ്രഖ്യാപനങ്ങൾ സവിശേഷതകൾ നിറഞ്ഞതാണ്. അതുതന്നെയാണ് കാത്തിരിപ്പിന് പിന്നിലുള്ള രഹസ്യവും. ഏതൊരു വർഷത്തെയും പോലെയല്ല 2024 ഇറങ്ങിയ സിനിമകൾ എന്നതു തന്നെ പ്രധാന കാരണം. ഒന്നിനു പിറകെ ഒന്നായി ഗുണമേന്മ വിളിച്ചോതിയ നിരവധി സിനിമകൾ പുറത്തു വന്ന വർഷമാണത്. അവാർഡുകൾക്കായി സമർപ്പിക്കപ്പെട്ട 128 ചിത്രങ്ങളിൽ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് 36 സിനിമകളാണ്. പ്രശസ്തനായ പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറി തിരഞ്ഞെടുത്ത ഈ 36 ചിത്രങ്ങൾ എന്തായാലും ഒന്നിനൊന്ന് മെച്ചമാവാനേ തരമുള്ളൂ. ആ 36 മലയാള സിനിമകളിൽ 2024 വർഷത്തെ ഏറ്റവും മികച്ചവ ഉണ്ടെന്നതും സത്യം. നവംബർ 1 പ്രഖ്യാപനത്തോടടുക്കുമ്പോൾ പുരസ്കാര നിർണയം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. സിനിമയെന്ന കലയുടെ ഏറ്റവും മികച്ച അവതരണങ്ങൾ തിരഞ്ഞെടുക്കുക ഇത്തവണ ബുദ്ധിമുട്ടുള്ള പണിയാകും ജൂറിക്ക്. കാരണം പ്രേക്ഷകർ ഇതിനകം കണ്ടുകഴിഞ്ഞ മലയാള സിനിമകളിൽ മികച്ചവ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ 36 എന്ന അക്കങ്ങൾക്ക് മുകളിൽ വരും. അഭിനയ കലയുടെ ഉത്തുംഗതയിൽ നിൽക്കുന്നവരാണ് മികച്ച നടൻ, മികച്ച നടി വിഭാഗങ്ങളിൽ ഇത്തവണ മത്സരിക്കുന്നവർ. അഭിനയ മികവിന്റെ പര്യായമായ മോഹൻലാലിന് രാഷ്ട്രം സിനിമയുടെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് സമർപ്പിച്ചിട്ട് അധിക നാളുകൾ ആയിട്ടില്ല. മോഹൻലാൽ 2024 സംസ്ഥാന പുരസ്കാര ജൂറിക്ക് മുന്നിൽ ഇല്ല എങ്കിലും ആരാധകർ ഫാൽക്കെ അവാർഡിന്റെ ആഘോഷങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. സംസ്ഥാന പുരസ്കാര ജൂറിക്ക് മുന്നിൽ നടന്ന വൈഭവവുമായി ഇത്തവണ മുന്നിട്ട് നിൽക്കുന്നത് ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയെ അവതരിപ്പിച്ച മമ്മൂട്ടിയാണ്. ബ്രഹ്മയുഗം കണ്ട പ്രേക്ഷകർ ഒന്നടങ്കം 100-ൽ 100 മാർക്ക് നൽകുന്ന പ്രകടനമായിരുന്നു മമ്മൂട്ടിയുടേത്. മികച്ച നടനുള്ള പുരസ്കാരത്തിനായുള്ള സാധ്യതാ പട്ടികയിൽ മമ്മൂട്ടി തന്നെ മുമ്പിൽ. മമ്മൂട്ടിയോട് മത്സരിക്കുന്നത് പുതിയ കാലത്തിന്റെ മികവ് തെളിയിച്ചു കഴിഞ്ഞ ആസിഫ് അലിയാണ്. ലെവൽ ക്രോസ്, കിഷ്കിന്ധ കാണ്ഡം, രേഖാചിത്രം തുടങ്ങിയ ചിത്രങ്ങളിൽ ആസിഫ് അലി ഇതിനകം തന്നെ പ്രേക്ഷക പ്രീതി സ്വന്തമാക്കിയിട്ടുണ്ട്. ജൂറിക്കും അങ്ങനെ തന്നെ തോന്നിയാൽ മമ്മൂട്ടി ആസിഫ് അലി മത്സരമായിരിക്കും നമുക്ക് കാണാനാവുക. ഇവർക്ക് പുറമെ കിഷ്കിന്ധ കാണ്ഡത്തിലെ അഭിനയ മികവിന് വിജയരാഘവൻ, ആവേശത്തിൽ രംഗണ്ണനായി എത്തിയ ഫഹദ് ഫാസിൽ, ARM എന്ന ചിത്രത്തിന് ടൊവിനോ തോമസ് എന്നിവരും മത്സര രംഗത്തുണ്ട്. ഫെമിനിച്ചി ഫാത്തിമയിൽ അഭിനയ മികവിന്റെ പുതിയ തലങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വരച്ചു കാട്ടിയ ഷംല ഹംസ, ആയിൽ അഭിനയ മികവിന് ശ്രുതി ജയൻ, മീര വാസുദേവൻ, സൂക്ഷ്മദർശിനിയിൽ നസ്രിയ നാസിം, ARM എന്ന ചിത്രത്തിൽ സുരഭി ലക്ഷ്മി തുടങ്ങിയവർ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനായി മുൻപിലുണ്ട്. കാൻമേളയിൽ മികവിന്റെ മുദ്ര പതിപ്പിച്ചെത്തിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കനി കുസൃതിയും ദിവ്യപ്രഭയും പരിഗണനയിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. മികച്ച ചിത്രമായി പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുള്ളവയിൽ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം മുൻപന്തിയിലുണ്ട്. ഫെമിനിച്ചി ഫാത്തിമ, വിക്ടോറിയ തുടങ്ങിയ ചിത്രങ്ങളും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരത്തിനായി അവസാന പട്ടികയിലുണ്ട്. ഇവ കൂടാതെ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ്, ലിജോ ജോസഫ് പെല്ലിശ്ശേരി ചിത്രം മലയക്കോട്ട വാലിബൻ എന്നിവയും മത്സരിക്കുന്നുണ്ട്. കൂടാതെ ജനപ്രിയ സിനിമകൾ ഒരു പിടിയുണ്ട് ഇത്തവണ. മഞ്ഞുമൽ ബോയ്സ്, ARM, ഗുരുവായൂർ അമ്പലനടയിൽ, പ്രേമലു, വർഷങ്ങൾക്ക് ശേഷം, സൂക്ഷ്മദർശിനി, മാർക്കോ, ബ്രഹ്മയുഗം, ആവേശം, കിഷ്കിന്ധ കാണ്ഡം തുടങ്ങിയവയുടെ കടുത്ത മത്സരവും കാണാൻ കഴിയും. ആരൊക്കെയാവും വിജയികൾ എന്നതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രകാശ് രാജിന്റെ നേതൃത്വത്തിൽ മികച്ച ജൂറിയാണ് ഇത്തവണ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പ്രഖ്യാപന ദിനം അടുത്തെത്തും തോറും സമൂഹ മാധ്യമങ്ങൾ ബ്രഹ്മയുഗത്തെയും മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയെയും ആവേശത്തോടെ ആഘോഷിക്കുകയാണ്. ജൂറിയുടെ തീരുമാനം എന്തെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി.